തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന റോഡ് തകർന്ന നിലയിൽ കോർപ്പറേഷൻ അനാസ്ഥയ്ക്കെതിരെ രൂക്ഷമായ ആക്ഷേപം. ഇത് തൃശൂർ ശക്തൻ സ്റ്റാൻഡ്. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കുമെല്ലാമായി 900-ൽ പരം ബസ്സുകളാണ് ഈ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ദിവസവും പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ ശക്തൻ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. പശ്ചാത്തലം കുഴപ്പമില്ല, കോൺക്രീറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഈ 900-ൽ പരം ബസ്സുകളും പുറത്തേക്ക് പോകുന്ന വഴി നമുക്ക് കാണാം. ഇത്രയും ദൂരമെല്ലാം വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. വേനൽക്കാലത്ത് പോലും ബസ് സഞ്ചരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് ബസ്സുകൾ പോകുമ്പോൾ ഈ റോഡിനരികിൽ കൂടി ഒരു യാത്രക്കാരനും നടന്നു പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഓരോ ദിവസവും ബസ് വന്നു പോകുന്നതിനുള്ള ഫീസായി കോർപ്പറേഷനിലേക്ക് ഇവർ കാശടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് തൊഴിലാളി യൂണിയൻ്റെ പ്രതിനിധി രാജേഷ് തന്നെ ഇങ്ങോട്ട് വരും. രാജേഷ് തന്നെ പറയും, എത്ര കാലമായി ഇത് റിപ്പയർ ചെയ്തു? ഇപ്പോൾ 2 കൊല്ലത്തിന് മേലെ ഇപ്പോൾ ഇവിടെ കുഴിയായിട്ട് കിടക്കുന്നത്. ബസ്സിൻ്റെ മെയിൻ്റനൻസ് തന്നെ നോക്കിയാൽ നമുക്കറിയാം. ഭരണാധികാരികളോടും ശ്രദ്ധയിൽപ്പെടുത്തിയാണ് അവർ ഇതുവരെ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ. അതുപോലെ തന്നെ ഭയങ്കര കുഴി, ലീഫ് പൊട്ടൽ, മെയിൻ്റനൻസ് കണ്ടമാനം വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഇപ്പോഴത്തെ നിലയ്ക്ക് ഭയങ്കര ചിലവാണ്. ഈ ഡീസലിന് വില കൂടിയാലും ഇതൊക്കെ കൂടിയിട്ട് ഇപ്പോൾ തന്നെ 9 രൂപ കൂടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഈ കുഴികൾ തൂർത്തിൽ ഭരണാധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ജില്ലയിലെ ഒരു പ്രധാന ബസ് സ്റ്റാൻഡാണ് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ 900-ൽ പരം ബസ്സുകൾ ദിനം വന്ന് പ്രതി കടന്നു പോകുന്ന ഈ ബസ്സുകൾ പോകുന്ന എല്ലാ ബസ്സുകളും ഈ വഴിയിലൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത്. ആ റോഡിൻ്റെ അവസ്ഥയാണ് വേറെ ദൂരം. അതുമാത്രമല്ല, അവിടെ ഒരു കൽവെട്ട് തകർന്നു കിടക്കുന്നതായി പറയുന്നു, അതും റിപ്പയർ ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല, ഈ വഴി ഒഴിവാക്കാനായി ചില സ്വകാര്യ ബസ്സുകൾ പുറത്തേക്ക് മറുവശത്തു കൂടി കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നവർക്ക് 2000 രൂപ പോലീസ് പിഴയടയ്ക്കുന്നുമുണ്ട്. ചില ഓട്ടോറിക്ഷകൾ യാത്രക്കാരെ ഇറക്കാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ദൂരെ നിർത്തി പോവുക മാത്രമാണുള്ളത്. എന്തായാലും ഇവരുടെ ഏറെ നാളത്തായുള്ള പരാതിയാണ്, വർഷങ്ങളായുള്ള പരാതി. ഇതുമൂലം വാഹനങ്ങൾക്കുണ്ടാകുന്ന തകരാറുകളെക്കുറിച്ചും ഇവർ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.